ഒരു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് ചേന, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. വേണ്ടാ 1 സെക്കൻഡ്. അയ്യോ ഞങ്ങൾ ചെറിയൊരു ഇതിപ്പോൾ ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡിയേഗോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് സത്യം പറഞ്ഞൊരു ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്. ഓൾമോസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സിന് ശേഷം എൻ്റെ ഡ്രീം ബൈക്ക് ഇന്ന് എടുക്കാൻ പോവാണ്. തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ആണെന്ന് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം Yamaha R15 V4. ഈ 3-4 വർഷം കൊണ്ടുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അതെങ്ങനെ അന്ന് V4 ഇല്ലല്ലോ, അന്ന് V3 അല്ല ഉണ്ടായിരുന്നത്. ശരിയാണ്, അന്ന് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ V3 എടുക്കാനായിരുന്നു. പക്ഷേ ജോലിയുടെ സ്വഭാവം കൊണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി നോക്കിയപ്പോഴും എന്നെ കൊണ്ടൊന്ന് V3 എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഫൈനലി കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും V3ക്ക് ഈക്വലായിട്ടുള്ള നമ്മുടെ V4 എടുക്കാൻ പോവാണ്. പിന്നെ V4ൻ്റെ ലുക്ക് കണ്ടപ്പോഴും ഞാൻ ഒത്തിരി ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ V4 സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ പോകുന്നത്. V3 ഓടിച്ചിട്ടുണ്ടെങ്കിലും V4 ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നമ്മളിപ്പം നിൽക്കുന്നത് കുറ്റൂരാണ്, തിരുവല്ലയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു ജംഗ്ഷൻ പോലുള്ളൊരു ഏരിയ ആണ്. ആംബുലൻസ് വരും, സൈഡ് കൊടുക്കാം. നല്ല മഴക്കോളും വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് മിക്കവാറും നനയാനുള്ള ചാൻസും ഉണ്ട്. ഞാനാണെങ്കിൽ ഈ വണ്ടി എടുക്കുന്ന പ്രമാണിച്ച് ഫുള്ള് ഫോർമൽസ് ഇട്ടേക്കുന്നത്, അത് കാരണം കുളമാവും ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി കുഴപ്പമില്ലായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 വർഷത്തെ ആഗ്രഹമാണ്. അത്യാവശ്യം പൈസ ഒരു കൂട്ടി വെച്ച് മേടിക്കുന്നതാണ്. ഇവൻ ഈ പറയുന്നത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമായിരിക്കും. ഒരുപാട്, പ്രത്യേകിച്ച് ഈ ഹൈസ്കൂൾ കഴിഞ്ഞിരിക്കുന്ന യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ കോളേജിലിപ്പോൾ കയറിയ ആൾക്കാർ, ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സ്, അവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയായിരിക്കും അത്. ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാവണമെന്നില്ല. കാരണം അവർക്കൊരു ബൈക്ക് എന്ന് പറയുന്ന ഒരു ഡെയിലി കമ്മ്യൂട്ടിയുള്ള ഒരു മെഷീൻ മാത്രമാണ്. പക്ഷേ ഫോർ പെട്രോൾ ഹെഡ്സ് ഓർ ഫോർ ഗൈസ് ഹൂ തിങ്ക് ബൈക്സ് ആർ ദ ലൈഫ്, അവർക്ക് ഇതെന്ന് പറയുന്നത് ഒരു വൺ ഇൻ എ ലൈഫ് മൊമെൻ്റാണ്. ഒരു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് ചേന, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതിപ്പോൾ എങ്ങോട്ട് പോകാൻ കിടന്നെങ്കിൽ ഹോൺ അടിക്കുവാണ്. അതുപോലെ തന്നെ ഈ ഷോറൂമിലെ ആൾക്കാരൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻസിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അപ്ഡേഷൻ ഇല്ലായ്മ കാരണം കുറച്ച് താമസം എടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ തിരുവല്ല ബൈപ്പാസ് എന്ന് പറയുന്നത്. ഇത് നേരെ ചെന്നിറങ്ങുന്നത് രാമഞ്ചിറയിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ പേരൻസ് മുമ്പിൽ ഒരു കാറിൽ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും അവരോട് തന്നെ പോയാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാവരിലും എത്തിക്കണമെന്നുണ്ട്. അതായത് ഇനി ഒരു പക്ഷേ വണ്ടി എടുക്കാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഫീലും. ഫൈനലി കുറേ നേരത്തെ ശേഷം അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള റോഡ് കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ ഇപ്പോഴും വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എന്നാലും നമുക്ക് സ്മൂത്തായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഫ്രീ റോഡ്. ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. പ്രത്യേകിച്ച് ബുള്ളറ്റും കൂടെ ആകുമ്പം എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ട് പതുക്കെ ഓടിച്ചു പോകാം. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. കാരണം അറിയാലോ, R15ൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഹരം ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നുള്ളൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ആ ലുക്ക്, എൻ്റെ മോനെ, അവിടെ തുറന്ന് ഷോറൂം എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഷോറൂമിലോട്ട് കയറാം. ജന ഒരു ഹായ് പറ. ഇവരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എത്തിയിട്ടില്ല. ഒരു മിനിറ്റ്, അവരുടെ വണ്ടി പുറത്ത് കിടപ്പുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മുടെ വണ്ടിയല്ല, ലേറ്റ് ആവുമായിരിക്കും. വിളിച്ചു നോക്കിയാലോ. ഇത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. വേണ്ട ഇതോ ഇതാണോ അതോ ഇതോ? അല്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നടാ.
ഇപ്പോൾ ഡിഫറൻസ് വന്നത് മെയിനായിട്ട് ഇവിടെ ഹാലജൻ ആയിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്നത്, അത് LED ആക്കി. പിന്നെ നീ വാ, ഈ സംഭവം TFT. ഞാൻ എൻ്റെ പേരൻസിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഇവിടെ എത്തിയെന്ന്, കാരണം ഞാൻ ചോറ വണ്ടിയാണ്. ഇല്ല ഇല്ല. ആ എന്താപ്പാ? ആ 1 സെക്കൻഡ്. അയ്യോ ഞങ്ങളാ ചെറിയൊരു ഓക്കെ. ഇതിപ്പോൾ അതെ ഓക്കെ. എന്താ ന്യൂട്രലിൽ കിടക്കുന്ന വണ്ടി അമ്മ ഫൈനലി എടുക്കട്ടെ അമ്മ. One eternity later. Okay. Finally. ഇല്ല പോകുന്നതിന് അടിക്കാം ഞാൻ. ഇല്ല എൻ്റെ ഉണ്ട്. അല്ലല്ല ഹൈറ്റ് കുറവാ, സെറ്റാ. ഞാൻ പോകുന്നില്ല, എൻ്റെ വണ്ടി ഉണ്ട്. ഇത് ഓക്കെ. സോ ഗൈസ് ഫൈനലി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതാ എൻ്റെ ഫ്രണ്ട്, ഇവൻ്റെ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ വന്നത്. ഈ പെട്രോൾ ബ്ലിങ്കിങ് ആണ്, ഇപ്പോൾ പെട്രോൾ അടിക്കണം. എവിടെ നിന്നൊക്കെയാണ് ഈ കയറി വരുന്നത്? സത്യം പറഞ്ഞ പേടി കേട്ടോ, പുതിയ വണ്ടിയും കൂടെ ആണ്. അത് കാരണം ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, പക്ഷേ സ്റ്റിൽ അൺകണ്ടീഷണലാണ് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഹാപ്പിനെസ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ പേടിയുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. പുതിയതായിട്ട് എടുത്ത വണ്ടി, അതിൻ്റെ ഒരു ചെറിയ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫോൺ എടുക്കുമ്പം ആദ്യത്തെ 1 വീക്കത്തോളം നമ്മൾ എന്താ പറയുക, താഴെയും തലയിലും വെക്കത്തുന്ന സിറ്റുവേഷനാണ്. അത്രയ്ക്ക് പേടിയായിരിക്കും. അപ്പോൾ അതുപോലൊരു ഫേസിൽ കൂടെ ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. തട്ടാനോ മുട്ടാനോ ഭയങ്കര പേടിയാണ്. പുറകിലും മുമ്പിലും പാണ്ടിലുണ്ട്. പാണ്ടിലൂടെയും പോയിട്ട് നമ്മുടെ ആന വണ്ടിയാണ്, മുമ്പിലും വണ്ടി ബാക്കിലും വണ്ടി. കാരണം പേടിയാണ്. ആണ്ട് പോകുന്നു ചെറുക്കോ. ഇവൻ എനിക്ക് പേടി. ഇവൻ ചിലപ്പം ഒന്ന് ബുള്ളറ്റും കൂടെയാണ്, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലേ വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഫൈനലി നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ഇവനെ എയർ ചെക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എക്സാക്ട് പ്രൈസ് പറയുന്നത് ഓൺ റോഡ് 2.45 lakhs ആണ്. അപ്പോൾ സർവീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സർവീസ് 1000 kilometers വരുന്നത്. അതും ചിലപ്പം ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. കാരണം നമ്മൾ ഈ എടുത്തിട്ടുള്ളതെന്ന് അറിയാം, എന്നാലും ഒരു 2-3 days കഴിഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. ആൻഡ് അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് ഇസ് ഗോൺ ബി ഇൻ ഐ തിങ്ക് ഇറ്റ്സ് 5,000 kilometers സെക്കൻഡ് സർവീസ് വരുന്നത്. സോ അതും മച്ച് അവൈറ്റഡാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു അഡ്രിനാലിൻ റഷ് ഫസ്റ്റായിട്ട് ഓടിച്ചതിൻ്റെ ഒരു ഇത്. എനിവേസ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദിസ്.
ഇനിയിപ്പോൾ കുറച്ച് പോകുന്ന വിഷ്വൽസും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് തീരാറ്. 10 ആ എടാ ജന ഇൻഡിക്കേറ്റർ വേണോ? വാ. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്താൻ പോവാണ്. ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ദിവസം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ആയിട്ട് ഡ്രീം വണ്ടി എടുക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ആൻഡ് ഫൈനലി അത് റെഡിയായി. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പം വരാൻ പോകുന്ന വ്ളോഗൊക്കെ ഈ വണ്ടിയിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പം അടുത്തൊരു വ്ളോഗ് കാണാം. അടുത്ത വീഡിയോ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.